ഇനിയിപ്പം ഞാൻ പറഞ്ഞു നീ അവളോട് ചോദിക്കാൻ നിൽക്കണ്ട. അവളിത് കേട്ട് കഴിഞ്ഞാൽ നിന്നെയും കൊല്ലും എന്നെയും കൊല്ലും. എനിക്ക് മോൻ പൊക്കോ, ഞാനും പോവുക. കയറി പൊക്കോട്ടോ. അതെ അതെ അമ്മേ, അമ്മ ഇന്ന് ഒരു കാര്യം പറയട്ടെ. എന്നെ മോളെ, അമ്മേ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടിട്ട് എത്ര മാസമായിന്നറിയോ? വെറും 3 മാസം. ഈ 3 മാസത്തിന്റെ ഇടയിൽ അമ്മ എൻ്റെ കുറ്റം ചേട്ടനോട് എത്ര വട്ടം പറഞ്ഞെന്നറിയോ? ഒരു 50 പ്രാവശ്യം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാണ്? അയ്യോ അമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അമ്മേനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു 8 മണിക്ക് എണീക്കുക എന്ന് പറഞ്ഞ് ഞാൻ 8 മണിക്ക് എണീക്കുള്ളൂ. അത് എൻ്റെ ഒരു ശീലമായിപ്പോയി. ആ 8 മണിക്ക് എണീക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടുത്തെ പണികൾ എന്തെങ്കിലും കുറച്ച് ചെയ്യാറുണ്ടോ? അയ്യോ അമ്മ അങ്ങനെയൊന്നും പറയാറില്ലാടി മോളെ. പിന്നെ എന്തിനാണ് എന്നെ കുറിച്ച് എന്ത് കുറ്റാണ് ചേട്ടനോട് പറഞ്ഞത്? നമുക്ക് നാണാവൂലേ? അമ്മ പറയണത് അങ്ങനെ തന്നെ മോൻ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം അമ്മ മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുക, ഇരുന്ന് പറയാം. ഇരിക്കുക, ഇരിക്കുക ഇരുന്നോ. അമ്മേ, എനിക്ക് എത്ര പവന് സ്ത്രീധനായിട്ട് തന്നെയെന്ന് അമ്മയ്ക്കറിയാം? എത്ര പവനുണ്ട്? 101 പവനല്ലേ? അതെ, 101 പവനും ഒരു കാറും 15 ലക്ഷം രൂപ എൻ്റെ അച്ഛൻ നിങ്ങളുടെ മകന് കയ്യിൽ എണ്ണി വെച്ച് കൊടുത്തിട്ടാണ്. അപ്പം ശരിക്കും ഞാനാണോ നിങ്ങളുടെ വീട്ടിലേക്ക് അടിമയായിട്ട് വന്നത്? നിങ്ങളുടെ മകനാണോ എൻ്റെ വീട്ടിലോട്ട് അടിമയായിട്ട് വന്നത്? ആരാണ്? എൻ്റെ മോൻ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് നിങ്ങളുടെ മകനെ ഞാൻ വിലയ്ക്ക് മേടിച്ചു എന്ന് തന്നെ പറയാം. എൻ്റെ വീട്ടുകാർ വിലയ്ക്ക് മേടിച്ചു. അപ്പോൾ എൻ്റെ കുറ്റാണോ മകൻ്റെ കുറ്റാണോ ശരിക്കും പറയണ്ടേ? ആരോട് കുറ്റാ പറയണ്ടേ? അത് മോളെ. അപ്പൊ ആർക്കാണ് ഈ വീട്ടില് വിലയുള്ളത്? അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി മേലാൽ അമ്മ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ഏട്ടനോട് പോയി പറയണം. ഞാൻ കേട്ടല്ലോ. ഇനിയിപ്പൊ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞോട്ട് ഇനി ഇതെങ്കിലും ചേട്ടനോട് എങ്ങാനും പോയി പറയണം. ഞാൻ കേട്ടില്ല. എന്റെ സ്വഭാവം അറിയില്ല. ഞാനും അമ്മ ഇവിടെ തന്നെ താമസിക്കണം. കേട്ടല്ലോ. എങ്കിൽ അമ്മയുടെ റെസ്റ്റ് എടുക്കുക. ഞാൻ പോട്ടെ.